ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവരുടെ ഉത്തരം വളരെ തിടുക്കത്തിലായിരുന്നു. വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ചിലർ പറയണു സ്നാപക യോഹന്നാൻ, ഏലിയ, ജെറമിയ പ്രവാചകന്മാരിൽ ഒരുവൻ. വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഉത്തരങ്ങളും അങ്ങ് പെട്ടെന്ന് പുറത്തു വരികയാണ്. ശ്രദ്ധയോടെ ഈശോ കേട്ടു. അതിനുശേഷം ഈശോ പിന്നെയും ചോദിച്ചു ശിഷ്യന്മാരോട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ചിലപ്പോൾ ഒത്തിരി സ്നേഹിക്കുമ്പോൾ, സ്നേഹത്തിൽ അങ്ങ് വളർന്ന് ക്ലൈമാക്സിലെത്തി നിൽക്കുമ്പോൾ സ്നേഹിക്കുന്നവർ തമ്മിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആരാണെന്ന് വല്ല പിടുത്തവും കിട്ടിയിട്ടുണ്ടോ? അറിയാവോ ആരാണെന്ന്? ഈശോ ഇത് തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഉത്തരം പറയാൻ കിട്ടുന്നില്ല. കാരണം അവരങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പത്രോസ് തോറ്റു കൊടുത്തില്ല. പത്രോസ് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്സ്യബന്ധനം മാത്രം അറിയാവുന്ന പത്രോസിന് എവിടെ നിന്ന് ഈ അറിവ് കിട്ടി? ആര് പറഞ്ഞു കൊടുത്തു? ഏതെങ്കിലും കോളേജിൽ പോയോ? എവിടെയെങ്കിലും പോയി ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ? ഒരറിവും ലോകത്തിൻ്റെ നിലവാരത്തിൽ നോക്കിയാൽ കൈവശമില്ലാതിരുന്നിട്ടും പത്രോസ് വലിയ ജ്ഞാനം, സ്വർഗീയമായിട്ടുള്ളൊരു ജ്ഞാനത്തിൻ്റെ തെളിവ് എന്ന രീതിയിൽ തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ ഈശോ നോക്കിയിട്ട് ചില കാര്യങ്ങൾ പത്രോസിനോട് പറയാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഈശോ പറയാണ്, പത്രോസേ, നീ പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. ഈശോയ്ക്ക് വലിയ സംതൃപ്തിയായി ആ ഉത്തരത്തിൽ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മളിവിടെ കാണുന്നൊരു കാര്യമാണ്, പത്രോസ് ഈശോയുടെ പുറമേയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ, പറയുന്ന രീതികൾ, ശൈലികൾ, പ്രവർത്തന വിധങ്ങൾ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറമുള്ളൊരു കാഴ്ച, ആന്തരികമായിട്ടുള്ളൊരു കാഴ്ച, ഒരു ദർശനം പത്രോസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന് അത്തരത്തിൽ ഒരു മറുപടി പറയാൻ കഴിഞ്ഞത്. ഈശോ പത്രോസിലും കണ്ടു പത്രോസിൻ്റെ ആ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സ്വഭാവ വിശേഷങ്ങൾ, ഗുണവിശേഷങ്ങൾ, ഇതൊക്കെ പത്രോസിൽ ഈശോ കണ്ടിട്ടുണ്ട്. രണ്ടു കൂട്ടരും, ഈശോ പത്രോസിനെയും അറിയുന്നു, പത്രോസ് ഈശോയെയും അറിയുന്നു. പരസ്പരമുള്ള ഒരു വലിയ അറിവ് നമ്മളവിടെ കാണുകയാണ്. ഈ അറിവിൻ്റെ വെളിച്ചത്തിലാണ് വലിയ ഒരു തുടക്കമിടാൻ ഈശോ ആഗ്രഹിക്കുന്നത്. പരസ്പര ബന്ധത്തിലെ ആ അറിവിൽ നിന്ന് ഉയർന്നു വന്ന ആ അവസ്ഥയിൽ നിന്നാണ് സഭ രൂപം കൊള്ളുക. സഭയുടെ സ്ഥാപനം അങ്ങനെയാണ്. ഈശോ പത്രോസിനെ മനസ്സിലാക്കി, പത്രോസ് ഈശോയും മനസ്സിലാക്കി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരസ്പരമുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഈ അറിവ് എത്രയധികം ആഴപ്പെടുന്നുവോ വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാൻ പറ്റും. വലിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യം കിട്ടും എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, എന്തേ ഈ പത്രോസിനോട് മാത്രം ഇത്രയും വലിയ കാര്യം കർത്താവിന്? മറ്റുള്ളവർക്ക് പറയാൻ വേണമെങ്കിൽ ഒരു 2 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ മറ്റു ശിഷ്യന്മാരും വേണമെങ്കിലൊക്കെ പറയായിരുന്നു. പക്ഷെ അവരാരും പറഞ്ഞില്ല. അവർ പറയുന്നതിന് മുൻപ് നമ്മുടെ പത്രോസ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്തേ പത്രോസിനോട് ഇത്രയും വലിയ പ്രത്യേകത? മറ്റു ശിഷ്യന്മാർക്ക് അവരുടെ ഗുണങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ പത്രോസിനെ സഭ സ്ഥാപിക്കാൻ ഈശോ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും. പല രീതിയിൽ മാനദണ്ഡങ്ങൾ എടുക്കായിരുന്നു. ബുദ്ധിയുടെ കാര്യത്തിൽ എടുക്കായിരുന്നു. മത്തായി ടാക്സ് കളക്ടറാണ്, ചുങ്കം പിരിക്കുന്ന ആളാണ്. അന്ന് നല്ല ഉയർന്ന സമൂഹത്തിൽ നിലവാരമുള്ള ഗസറ്റഡ് റാങ്ക് ആ നിലവാരത്തിൽ ഓഫീസിങ് ആ ലെവലിലൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. നല്ല നിലവാരമുള്ള സ്ഥാനമുള്ള ജോലിയുള്ള മനുഷ്യൻ. അദ്ദേഹം ഔട്ടായി, മത്തായി സ്ലീഹ ഔട്ടായി.
തീവ്രവാദിയായിരുന്നു നമ്മുടെ ശിമയോൻ, യാക്കോബ് അല്ലേ. യാക്കോബൊക്കെ നല്ല പ്രാർത്ഥനയിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള മനുഷ്യൻ, തീക്ഷ്ണമതിയാണ്. റോമ സാമ്രാജ്യത്തിനൊക്കെതിരെ ഒളിപോരാട്ടം നടത്താനൊക്കെ കഴിവുള്ളവൻ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ധൈര്യമുള്ളവൻ. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ യാക്കോബ് ഔട്ടായി. യോഹന്നാൻ സ്ലീഹയാണെങ്കിൽ വലിയ സൗന്ദര്യമുള്ളവനായിരുന്നു എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക. നല്ല അതീവ സുന്ദരനായിരുന്നു എന്നാണ് പറയണത്. യോഹന്നാൻ സ്ലീഹായും ഔട്ടായി. നമ്മുടെ തോമാസ് സ്ലീഹയുടെ കാര്യം എന്ന് ഓർത്ത് നോക്കിയേ, ചങ്കൂറ്റം ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു, നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. വേറെ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. തോമാസ് സ്ലീഹ അത് പറഞ്ഞത്. ഈശോ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടിട്ട്, നീ ഇവിടെ വാ, കൈവിരൽ ഇവിടെ കൊണ്ടിട്, നോക്ക്, തൊട്ട് നോക്ക്, സ്പർശിച്ച് നോക്ക്. ഇതൊക്കെ തോമാസ് ലീഹയ്ക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. നല്ല ധൈര്യം ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കാൻ, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ, കാര്യങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ തോമാസ് ലീഹ മിടുക്കനായിരുന്നു. ചങ്കൂറ്റം ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ തോമാസ് ലീഹായും ഔട്ടായി. പത്രോസിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. ആകപ്പാടെ അറിയാവുന്ന, ഗൗരവമായിട്ട് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മത്സ്യബന്ധനം. മിടുക്കനാണ്, നല്ല നിലവാരമുള്ള മനുഷ്യനാണ് ആ കാര്യത്തിൽ. പക്ഷേ 2 പ്രാവശ്യം ആ മേഖലയിലും തോറ്റുപോയി. ഒരിക്കലും ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കണം കണ്ടിട്ട് പത്രോസിന് വലിയ ആഗ്രഹം. പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ തുടങ്ങിയിട്ട് നടന്നു, 2-3 അടി വെച്ചു മുന്നോട്ട്. പെട്ടെന്ന് വിശ്വാസം കയ്യിൽ നിന്ന് പോയി, പത്രോസും വെള്ളത്തിൽ പോയി. അത്രയേ ഉള്ളൂ നമ്മുടെ പത്രോസ്. അന്ത്യത്താഴത്തിൻ്റെയൊക്കെ സമയത്ത് പത്രോസ് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ മരിക്കാൻ ഞങ്ങളും തയ്യാറാണ്, ഞങ്ങളും മരിക്കാം. എന്തിനാ ഇങ്ങനെ ഞങ്ങൾ വേറെ ആയിട്ട് ജീവിക്കണത്? അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കൂടെ മരിക്കാം. അത് മനസ്സിൽ നിറഞ്ഞ സ്നേഹമാണ്, വേദനയിൽ നിന്നാണ്. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഷ തന്നെയാണ് അങ്ങനെ പറയാൻ പത്രോസിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അധിക സമയം കഴിയുന്നതിന് മുൻപ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3 പ്രാവശ്യം ഈ പത്രോസ് തള്ളി പറഞ്ഞു. എല്ലാ ഗുണവിശേഷങ്ങളും ഉണ്ട്, പക്ഷേ തള്ളി പറയാണ്, വീണു പോവാണ് പത്രോസ്. ആഗ്രഹം ഉണ്ടായിരുന്നു. ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉത്ഥാനത്തിന് ശേഷം പത്രോസിൻ്റെ അടുത്തേക്ക് കാണാനൊക്കെ വരുന്നുണ്ട്, മിണ്ടുന്നൊക്കെ ഉണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ടും പത്രോസിൻ്റെ ഒരു ഉയർച്ച നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. വീണ് കിടക്കുകയാണ് പാവം. എല്ലാ രീതിയിലും പത്രോസിൽ കുറേയധികം ഗുണങ്ങളുണ്ടെങ്കിലും നമ്മളിലൊക്കെ ഉള്ള എല്ലാ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും ഈ പത്രോസിൽ കാണാൻ പറ്റും. അരിശപ്പെടുന്ന ഒരാളാണ് പത്രോസ്. എന്തൊരു ദേഷ്യമായിരുന്നു ഇല്ലേ. ഈശോയെ പിടിച്ചുകൊണ്ട് പോണ നേരത്ത് ദേഷ്യം വന്നിട്ട് വാളെടുത്തിട്ട് ഒറ്റ വെട്ടാണ്. ചെവി പോയി ആളുടെ പടയാളിയുടെ. ദേഷ്യമാണ്, അരിശം, ഭയങ്കര അരിശമാണ്. എടുത്തുചാട്ടം അതിലപ്പുറമാണ്. വെള്ളത്തിൽ കൂടെ നടക്കണമെന്ന് തോന്നി ഓട്ടനെ എടുത്ത് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. അപ്പം തന്നെ വിശ്വാസം പോയി. എടുത്തുചാട്ടം ഉണ്ടായിരുന്നു, അരിശം ഉണ്ടായിരുന്നു, വാശി ഉണ്ടായിരുന്നു, പിണക്കം ഉണ്ടായിരുന്നു, ധൈര്യം അതിലപ്പുറമാണ്. എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലും പത്രോസിനെ നമുക്ക് എടുക്കാം. ചിലപ്പോൾ പിന്തിരിപ്പൻ നയമുണ്ട്. ഞാനൊന്നും ചെയ്താൽ ശരിയാകൂല, അത് വേണ്ടതേ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പുറകോട്ട് പോവാണ്. 2 പ്രാവശ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ്, സഭ സ്ഥാപിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും ഈ പത്രോസ്, നമുക്കറിയാം ഉത്ഥാനത്തിന് ശേഷം, ഈശോയുടെ മരണത്തിനൊക്കെ ശേഷം നമ്മുടെ പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. ഞാൻ മീൻ പിടിക്കാൻ പണ്ടത്തെ പണിയിലേക്ക് തന്നെ. ഒരാൾ, നേതൃത്വം കൊടുക്കുന്ന ആൾ പുറകോട്ടേക്ക് നിന്നാൽ ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും മുന്നോട്ട് വരൂ? ഇല്ല. അപ്പനും അമ്മയും പുറകോട്ട് നിന്നാൽ മക്കൾ ഉറപ്പ് അവർ അതിൻ്റെ അപ്പുറം പുറകിലാണ്. നമ്മുടെ പത്രോസിൻ്റെ മനസ്സിൽ സന്തോഷം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും കൂടെയുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടും. പത്രോസിൻ്റെ മുഖം വാടിയാൽ കൂടെയുള്ളവരുടെ മുഖവും വാടും. ഇങ്ങനെ തന്നെയായിരുന്നു ഒരു പിന്തിരിപ്പൻ നയം. മുന്നോട്ടിറങ്ങാൻ പത്രോസിന് പറ്റത്തില്ല. പത്രോസിൻ്റെ ഉള്ളിലുള്ള ആ ക്രിയാത്മകതയൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ അനുഭവം. ഇതൊക്കെയായിരുന്നു പത്രോസ്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്ന് വേണം പത്രോസിനെ പറയാൻ. എല്ലാ ഗുണവിശേഷങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് എല്ലാം ഈ പത്രോസിലുണ്ട്. സർവ്വതും ഉണ്ട് പത്രോസിൽ. പക്ഷെ കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുത്തു. എന്തേ അതിൻ്റെ കാരണം എന്നറിയാവോ? എന്തേ പത്രോസിനോട് ഇത്രയും സ്നേഹം തോന്നാൻ കാരണം? എനിക്ക് തോന്നിയത് ഒറ്റ കാരണമേ ഉള്ളൂ. ഈശോ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയപ്പോൾ സങ്കടം കൊണ്ട് പത്രോസ് പറയാണ് ഈശോയെ നോക്കിയിട്ട്, യേശുവേ, ബാക്കിയെല്ലാം സ്വീകരിക്കാം, പക്ഷേ നീ സഹിക്കാൻ പോകുന്നു, മരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. അതൊരിക്കലും അങ്ങനെ സംഭവിക്കല്ല്, അങ്ങനെ വേണ്ട കേട്ടോ. അത് സംഭവിക്കുന്നത് കാണാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അത് ആ നിഷ്കളങ്കത കൊണ്ടൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഉടനെ ഈശോ ശാസിക്കുകയാണ് പത്രോസിനെ. നീ ഇതുവരെയും ഈ റേഞ്ചിലേക്ക് കയറിയില്ലല്ലോ പത്രോസേ, നീ ഇപ്പോഴും വന്ന അതേ സ്റ്റെപ്പിൽ നിൽക്കുകയാണല്ലോ. നിൻ്റെ ലൈഫിൽ, നിൻ്റെ ജീവിതത്തിൽ ഒരു അല്പം കൂടെ മുന്നോട്ടേക്ക് കയറാൻ പറ്റാത്തത് എന്താ? എന്നിട്ട് ഈശോ പറയാണ്, നിൻ്റെ ചിന്ത ഇപ്പോഴും മാനുഷികമാണ്, ദൈവികമായിട്ടില്ല. ഒരു ദൈവിക തലത്തിലേക്ക് നിനക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ശാസിച്ചുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. അത് സ്നേഹമുള്ളത് കൊണ്ടാണ്, തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല.
ഈശോ ഒന്നുകൂടി ഒന്ന് പത്രോസിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. എനിക്ക് തോന്നുന്നു ഈശോ കൂടുതൽ മനസ്സിലാക്കി പത്രോസിനെ. ആ മാനുഷിക ഭാവങ്ങൾ, ആ ഒരു മനുഷ്യത്വം കാണിക്കാൻ അറിയായിരുന്നു പത്രോസിന്. മനുഷ്യത്വം കാണിക്കാൻ പത്രോസിന് നന്നായിട്ട് അറിയാം. മനുഷ്യത്വം ഉണ്ട് പത്രോസിന്. എന്ന് പറഞ്ഞാൽ പത്രോസ് അനുഭവിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പത്രോസ് വീണു പല പ്രാവശ്യം, പിന്നെ എഴുന്നേറ്റു, പിന്നെയും വീണു, പിന്നെ എഴുന്നേറ്റു. കുറേ കരയും, കുറേ നിരാശപ്പെടും, ഇനി ചെയ്യില്ല എന്ന് പറയും, മടുത്തു എന്ന് പറയും, ഇനി ജീവിക്കില്ല എന്ന് പറയും, പിന്നെ ഇറങ്ങും പത്രോസ്. അങ്ങനെയാണ് പത്രോസ്. അപ്പോൾ ഈ പത്രോസിൽ എല്ലാ മനുഷ്യത്വത്തിൻ്റെ ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും, എല്ലാ ഗുണങ്ങളും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സഭ വിശുദ്ധരുടെ കൂട്ടായ്മയല്ല, വിശുദ്ധരുടെ കൂട്ടായ്മയല്ല, വീഴ്ചകളും പോരായ്മകളും ബലഹീനതകളും ഉള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. പാപികൾക്കുള്ള ഒരാശുപത്രിയാണ് സഭ. അങ്ങനെയൊക്കെയാണ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, ഫ്രാൻസിസ് പാപ്പ പറയാണ്, ഈ പച്ചയായ വികാരങ്ങളും വിചാരങ്ങളും വീഴ്ചകളൊക്കെയുള്ള സഭയെ നയിക്കാൻ ആകാശത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വന്നിട്ട് നടക്കില്ല. പകരം ഭൂമിയിൽ വേരുള്ള മനുഷ്യരെയാണ് ഈ സഭയെ നയിക്കാൻ സാധിക്കത്തുള്ളൂ. പത്രോസിനെ അതുകൊണ്ട് തന്നെയാണ് ഈശോ തിരഞ്ഞെടുത്തത്. പത്രോസിനെ കർത്താവ് സഭയെ നയിക്കാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. വീഴ്ചകളുള്ള ബലഹീനതകളുള്ള ഒരു സഹോദരനെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസിനെ ഈശോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പത്രോസിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ഈശോ മനസ്സിലാക്കിയതുകൊണ്ടും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടും ഒപ്പം പത്രോസ് ഈശോയെ മനസ്സിലാക്കിയത് കൊണ്ടും കൂടെയാണ്. ആ ഒരു ആഴത്തിലുള്ള ബന്ധം അവിടെ ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിയിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം കുറേ അധികം പേര് വന്നിട്ട് ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ധ്യാനത്തിൻ്റെ നല്ലതും അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഇടയിൽ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ, ഇത്ര 1000 ശമ്പളം വാങ്ങുന്ന മനുഷ്യനാണ്, ഒരു 40 കിലോമീറ്റർ അപ്പുറത്താണ് ജോലി, ഈവനിങ്ങിൽ സന്ധ്യാസമയങ്ങളിലാണ് ഈ ധ്യാനം നടന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് വളരെ സ്പീഡിൽ വന്നിട്ട്, എന്നാലും ആദ്യത്തെ 1 മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് ഇത്രയും സമയം ഈ 4 ദിവസങ്ങളിലും ഈ ധ്യാനത്തിൽ ഞാൻ പങ്കുചേരുന്നുണ്ടായിരുന്നു. എനിക്ക് വലിയ ഉണർവ് കിട്ടി, വലിയ സന്തോഷമായി, മനസ്സിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു, ഒരു ഭാരമൊക്കെ ഉണ്ട്, അത് മുഴുവൻ മാറിപ്പോയി. ഇദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു, കുറച്ച് നാൾ മുൻപ് വരെയും എല്ലാ രീതിയിലും പാപത്തിലേക്ക് വീണുപോയി. എല്ലാവരും മദ്യപാനം, പുകവലി, മറ്റു ദുശീലങ്ങളെല്ലാം അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അതിൽ അങ്ങനെയൊക്കെ അങ്ങ് വീണുപോയി. ഈശോയെ അറിഞ്ഞു ഒരു ധ്യാനത്തിലൂടെ. അന്ന് മുതൽ തീരുമാനിച്ചു ഇനി ഒരിക്കലും ഉപേക്ഷിച്ച വഴിയിലേക്ക് പോകില്ല എന്ന്. പക്ഷെ കുറച്ച് നാൾ, ഒരു 2 ആഴ്ച മുമ്പ് പിന്നെയും പതുക്കെ ആ ഉപേക്ഷിച്ച പാപം ഒന്ന് രുചിച്ചു നോക്കാൻ ഒരു ചിന്ത, ഒരാഗ്രഹം, ഒരു താല്പര്യമൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഈ ധ്യാനത്തിൽ. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ചെറിയ വീഴാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഒരു തീരുമാനം എടുത്തു. 40 ദിവസത്തേക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്ത് പോയിട്ടിരിക്കുകയാണ്, ഒന്നും കഴിക്കണ്ട, ഉപവാസം, മുഴുവൻ ഉപവാസം, 40 ദിവസവും വെള്ളം മാത്രം കുടിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ. ഈ സഹോദരൻ പറയും, സിസ്റ്റർ, അന്ന് ആ 40 ദിവസം എൻ്റെ ജീവിതത്തിൽ 40 വർഷം നേടിയെടുക്കാവുന്ന എല്ലാ കൃപകളും അന്ന് നേടിയെടുത്തിട്ടുണ്ട്. ആ 40 ദിവസവും ഒന്നും കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടാറില്ല, പക്ഷെ ഞാൻ ചുമ്മാ ദിവ്യകാരുണ്യ ഈശോയെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. 40 ദിവസം നോക്കിയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരിക്കൽ പോലും പിന്നെ എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഒരിക്കൽ പോലും ആ പാപം ഉപേക്ഷിച്ച ആ മാരക പാപങ്ങൾ ഒരിക്കലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സങ്കടം വരുന്ന പോലെ, അരിശം വരുന്ന പോലെ, മടുപ്പ് തോന്നുന്ന പോലെ. അതുകൊണ്ടാണ് ഈ ധ്യാനത്തിൽ ഇത്രയും റിസ്ക് എടുത്തിട്ട് വരാൻ എനിക്ക് തോന്നിയത്. എനിക്കതിനെ ഈശോ സഹായിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നു, പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ ജീവിതങ്ങളുണ്ട് വീണാൽ ഉടനെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവർ. വീണു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തന്നെ കിടക്കാതെ ഒന്ന് എഴുന്നേക്കാൻ, ഈ നോമ്പ് കാലത്തിൽ നമുക്കതിനൊക്കെ ഒന്ന് പരിശ്രമിക്കണം, ഒന്ന് എഴുന്നേക്കാൻ, ഇനി ഒരിക്കലും ആ വീഴ്ച ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. പത്രോസ് അങ്ങനെയായിരുന്നു. അവൻ വീണു, പക്ഷേ എഴുന്നേറ്റു, തിരിച്ചു നടക്കുകയാണ്. ക്രിസ്ത്യൻ ലവ് അങ്ങനെ പറയാം, ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ കോൾ, ഫോൾ ആൻഡ് റീകോൾ, അങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു വിളിയാണ്, യേശുവിനെ സ്നേഹിക്കാൻ ഒരു വിളി. അതൊരു പക്ഷെ വീണു പോവും, തകർച്ചയുണ്ടാവും, പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടൊന്ന് തിരിച്ചു നടക്കാൻ ഒരു അനുഭവത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. എപ്പോഴൊക്കെ വീണു എന്ന് തോന്നിയാലും ഒന്ന് തിരിച്ചു നടക്കാൻ, ഒന്ന് എഴുന്നേറ്റിട്ട് തിരിച്ചു നടക്കാൻ സഹോദര, നിന്നെ ഈശോ ക്ഷണിക്കുകയാണ്.
അങ്ങനെ നീ നിൻ്റെ ഈശോയെ കൂടുതൽ അറിയുന്നുവെങ്കിൽ ആ ബന്ധം അവിടെ വളരെ സ്ട്രോങ് ആവുകയാണ്, അവിടെ ശക്തി പ്രാപിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ കുടുംബജീവിതം നയിക്കുമ്പോൾ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. സംശയം വേണ്ട കേട്ടോ. ഭാര്യയും ഭർത്താവും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ രണ്ട് ദിശയിലേക്കാണ് പോകുന്നത് എങ്കിൽ അവിടെ വിഷയമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഓർക്കുന്നു, ഒരു മകനെയും കൊണ്ട് ഒരു അപ്പച്ചനും അമ്മയും ധ്യാനിക്കാൻ വന്നു. 3 പേരും ഉദ്യോഗസ്ഥരാണ്, 3 പേരും ബാങ്ക് ജോലി ചെയ്യുന്നവരാണ്. അപ്പച്ചനും അമ്മയും ഈ മകനും ബാങ്കിൽ ജോലിയുള്ളവരാണ്. ഈ മകനെക്കുറിച്ച് സങ്കടത്തോടെ പറയാൻ അവർ പ്രാർത്ഥിക്കാനൊക്കെ കൂടെ വേണ്ടി വന്നതാണ്. 28 വയസ്സ് പ്രായമുള്ള ഈ മകൻ, 27-28 വയസ്സ്, ഈ മകനൊരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ടിട്ട് ഈ അപ്പച്ചനും അമ്മയ്ക്കും ഈ മകൻ്റെ ഈ ബന്ധത്തോട് അങ്ങ് യോജിക്കാൻ അവർക്ക് മനസ്സുകൊണ്ട് കഴിയുന്നില്ല. അവർ വല്ലാണ്ട് വേദനിക്കുകയാണ്. ഈ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ വീട് ഉറങ്ങിയ പോലെയാ, മരിച്ച പോലെയാ. ഒന്ന് ചിരിച്ചിട്ടും കളിച്ചിട്ടും സംസാരിച്ചിട്ടും ഒന്ന് മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ചിട്ട് എത്ര നാളായി, മടുത്തു തുടങ്ങി. അവൻ്റെ മുറിയിൽ കയറും, ഭർത്താവ് ഭർത്താവിൻ്റെ മുറിയിൽ കയറും. എനിക്ക് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. ഭക്ഷണമൊന്നും പലപ്പോഴും ആരും കഴിക്കാറില്ല, ഉണ്ടാക്കി വയ്ക്കും, കൊണ്ട് കളയും. ഒരു സന്തോഷമില്ലാതെയായി വീട്ടിൽ. ഈ മോനൊന്ന് മനസ്സ് മാറിയിരുന്നെങ്കിൽ. വേദനിക്കുന്നു സിസ്റ്ററെ. ഞാനും ഭർത്താവും ഇവനെ നിർബന്ധിച്ചുകൊണ്ട് വന്നത് ഈ ഒരു കാര്യത്തിനൊരു പരിഹാരം വേണം, അതുകൊണ്ട് മാത്രമാണ്. അവന് ആഗ്രഹമുണ്ട്, പക്ഷെ അവനും പറ്റുന്നില്ല. അമ്മ ഈ മോനെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല, മോനെ ദ്വേഷിക്കുന്ന പോലെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. 3 പേരുടെ മുഖത്തും വലിയ ദുഃഖമാണ്. അപ്പച്ചൻ്റെയും അമ്മയുടെയും ഇഷ്ടം നടത്തി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദന മകൻ്റെ മനസ്സിൽ, മകൻ്റെ ഇഷ്ടത്തോട് യോജിക്കാൻ പറ്റാത്തതിൻ്റെ വേദന മാതാപിതാക്കളുടെ മുഖത്ത്. 3 പേരും വേദനിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ആ ധ്യാനം കഴിഞ്ഞിട്ട് പോകുന്ന അന്ന് ഇവർ 3 പേരെയും വ്യക്തിപരമായിട്ട് കാണാൻ പറ്റി. ഇവർ 3 പേരും ഓരോരുത്തർ ഒറ്റയ്ക്കായിട്ട് വന്നിട്ട് പറയായിരുന്നു, നല്ലതാണ് ഈ വേദന, ഈശോയെ കാണാൻ പറ്റി, ഈശോയെ അനുഭവിക്കാൻ പറ്റി, ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്, ഇനി എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഈശോ കുടുംബത്തിൻ്റെ തീരുമാനം എടുക്കട്ടെ, കുടുംബത്തിൻ്റെ ഒപ്പം ഈശോ ഉണ്ടാവും, ഞങ്ങൾക്ക് ഉറപ്പാണ്. 3 പേരും പറഞ്ഞ കാര്യം അങ്ങനെയാണ്. അധികം വൈകിയില്ല, 1-2 മാസത്തിനുള്ളിൽ ഈ അപ്പച്ചനും അമ്മയും ഫോൺ ചെയ്തിട്ട് പറയായിരുന്നു, മകൻ പഴയ പോലെ സന്തോഷത്തിലേക്ക് തിരിച്ചെത്തി, അവൻ ഇനി അതൊക്കെ ഉപേക്ഷിച്ചു, ഇതാ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തീരുമാനം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, വേറെ വിവാഹാലോചനകൾ നടത്താൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്, വീട്ടിൽ സന്തോഷമായി, സമാധാനമായി, സംതൃപ്തിയായി. ഈ 3 പേരുടെയും സന്തോഷം ദൈവത്തെയും സന്തോഷിപ്പിക്കുകയല്ലേ. പരസ്പരമുള്ള അറിവ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന അനുഭവം. ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാം, ഭർത്താവിന് ഭാര്യയ്ക്ക് ഭാര്യയെ അറിയാം. അതുകൊണ്ട് തന്നെ പരസ്പരം ഉള്ള ബന്ധം ആഴപ്പെടാൻ തുടങ്ങിയാൽ അവിടെ ക്ഷമ എളുപ്പമാണ്. അവിടെ പിന്നെ പരാതിയൊന്നും അധികം പറയല, മുഖം വാടിയൊന്നും നടക്കുകയല്ല. പരസ്പരം പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദയ കാണിക്കാൻ എളുപ്പമാണ്, ദേഷ്യമൊക്കെ മാറിപ്പോവും, എളുപ്പത്തിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരിക്കലും ഒരു ഭാര്യയെ ഞാൻ ഓർക്കാണ്, ഒരുമിച്ച് കാറിൽ ഭാര്യയും ഭർത്താവും ഉണ്ട്, ഞങ്ങളും ഉണ്ട്, 2-3 സിസ്റ്റേഴ്സും ഉണ്ട്. ഞങ്ങളൊരു യാത്ര ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഭർത്താവ് ഉടനെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇനി മദ്യപിക്കില്ല. ഉടനെ ഈ ഭാര്യ കൈ അങ്ങ് കൂട്ടിയടിച്ചിട്ട് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ചോദിച്ചു, എന്തേ അങ്ങനെ ഇത്രയും വലിയ സന്തോഷം? വല്ലപ്പോഴല്ലേ കള്ളു കുടിക്കാറുള്ളൂ, ന്യായീകരിച്ച് പറഞ്ഞല്ല, എങ്കിലും ഈ ചേച്ചിയുടെ മനോഭാവം അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്, എന്തിനിപ്പോൾ ഇത്രയധികം കൈയടിക്കുന്നത് എന്തിനാണ്? ഉടനെ പറഞ്ഞു, സിസ്റ്റർ എൻ്റെ ഭർത്താവ് തീരുമാനം പറഞ്ഞാൽ അത് തീരുമാനമാണ്, തീരുമാനിച്ചാൽ തീരുമാനമാണ്, പിന്നെ അതിൽ മാറ്റമില്ല. ആഴ്ചയിൽ ഒരിക്കൽ മദ്യപിച്ചിരുന്ന ഈ ശീലം നല്ലതല്ല എന്നും അത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതാണെന്നും ഈശോയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ഈ സഹോദരന്, ഭർത്താവിന് അത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി അദ്ദേഹം ചെയ്യില്ല, കാരണം തീരുമാനിച്ചാൽ തീരുമാനമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ നന്നായിട്ട് അറിയാം, ഭർത്താവിന് ഭാര്യയെ നന്നായിട്ട് അറിയാം. ഞാൻ ഈ പോക്ക് പോയാൽ എൻ്റെ ഭാര്യയെ വേദനിപ്പിക്കും, എൻ്റെ പ്രവൃത്തികൾ, ശൈലികൾ എൻ്റെ അപ്പച്ചനെ അമ്മയെ വേദനിപ്പിക്കും, അതിലുപരി എൻ്റെ ഈശോയുടെ മനസ്സിനെ കുത്തി നോവിക്കും. പരസ്പരം മനസ്സ് വായിക്കാൻ കഴിഞ്ഞാൽ, പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കർത്താവ് നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. ഈശോ അതാ പത്രോസിനോട് പറഞ്ഞത്, നരക കവാടങ്ങൾ ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നിന്നിൽ നിന്ന് ഒരു സഭ, നിൻ്റെ കുടുംബത്തെ നിന്നിലൂടെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ, നീ കുടുംബത്തിലൊരു അംഗമാണെങ്കിൽ, ഒരു സമൂഹത്തിലെ അംഗമാണെങ്കിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സമൂഹത്തിൽ തിന്മ ആഞ്ഞടിക്കാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ഒറ്റയ്ക്ക്, ഒറ്റ ഗ്രൂപ്പ്, ഒറ്റ മനസ്സ്, ഒറ്റ ഹൃദയം, അങ്ങനെയായിട്ട് രൂപാന്തരപ്പെടണം.
2 പേരേ ഉള്ളൂ എങ്കിലും 20 പേരുടെ പോലത്തെ സ്വഭാവം കാണിച്ചേക്കല്ല്. 2 പേരേ ഉള്ളൂ, ഒറ്റ ഹൃദയമായിട്ട് നിൽക്കുക. 3 പേരേ ഉള്ളൂ, 30 പേരുടെ വഴക്കുണ്ടാക്കിയേക്കല്ല്. 3 പേര് ഒറ്റക്കെട്ടായിട്ട്, ഒറ്റക്കെട്ട്, പരസ്പരമുള്ള അറിവ്, പരസ്പരമുള്ള ബന്ധം, അവിടെ നരകശക്തികൾ പ്രബലപ്പെടില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നരകത്തിൻ്റെ, തിന്മയുടെ ശക്തികൾ ഒരിക്കലും അവിടെ വില പോവില്ല, വിജയിക്കില്ല. അത് ഈശോ തന്നിട്ടുള്ള വലിയൊരു ഉറപ്പാണ്. ഈശോ തന്നിട്ടുള്ളൊരു ഉറപ്പാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു ഡോക്ടർ കൊച്ചു മോനെ ഓർത്ത് വേദനിച്ചിട്ട് പറയാൻ, പഠിക്കില്ല അവൻ, പരീക്ഷയ്ക്ക് പഠിക്കില്ല, എന്നും കളിയാണ്, ശരിയാണ്, വൈകിട്ട് രാത്രി 2 മണി 3 മണി വരെ ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലാണ്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ശാസിച്ചിട്ട് കാര്യമില്ല, സങ്കടമുണ്ട് സിസ്റ്ററെ, വേദനയോടെ പറയാൻ. കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനതിനെ സ്വീകരിക്കുന്നു, എൻ്റെ മകൻ എങ്ങനെയാണെങ്കിലും ഈശോയുടെ മോനാണ്, എനിക്ക് ഇത്രേ വളർത്താൻ അറിയത്തുള്ളൂ, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ്റെ പോലെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സഹോദരി അങ്ങ് സ്വയം മാറാൻ തയ്യാറായി. ഈ സഹോദരി മകനിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് സ്വന്തം മാറ്റാനുള്ള തീരുമാനത്തിലായി. ദൈവം അവിടെ ഇടപെട്ടു. 2 കൂട്ടർക്കും സമാധാനം, 2 കൂട്ടരും ശാന്തമായി, 2 കൂട്ടരുടെ ഇടയിൽ ദൈവികമായിട്ടുള്ള ഒരു വലിയ ഇടപെടൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നീ നിൽക്കുമ്പോൾ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നീ ചേർന്ന് നിൽക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ അവിടെ ആഞ്ഞടിക്കില്ല. ഭാര്യ ഭർത്താവിനെതിരെ പിറുപിറുത്തേക്കല്ല്, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ പിറുപിറുത്തേക്കല്ല്, മക്കൾ മാതാപിതാക്കൾക്കെതിരെ ശബ്ദം ഉയർത്തല്ല്, മാതാപിതാക്കൾ മക്കൾക്കെതിരെയും സ്വരം ഉയർത്തല്ല്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. തിന്മ അവിടെ വിജയിക്കില്ല, തിന്മ തോറ്റുപോകും, തിന്മ മാറിപ്പോവും. ഒപ്പം കർത്താവ് പറയുന്നു, സ്വർഗത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ മനസ്സറിയുന്നവരുടെ കയ്യിലേക്കാണ് താക്കോല് തരിക. സ്വർഗത്തിൻ്റെ താക്കോല്. നീ പ്രാർത്ഥിച്ചോ, സ്വർഗം മാനിക്കും നിൻ്റെ പ്രാർത്ഥനയെ. നീ എന്തു ചോദിച്ചാലും സ്വർഗം നിൻ്റെ വാക്കുകളെ മാനിക്കും, ശ്രദ്ധിക്കും. അതിന് പ്രതിവിധിയുണ്ട്, സമ്മാനമുണ്ട്, ഉത്തരവുണ്ട്. സ്വർഗത്തിൻ്റെ താക്കോലുകൾ, സ്വർഗം തുറക്കാനുള്ള താക്കോല്. താക്കോൽ എന്തിനാണ്? തുറക്കാനാണ്. സ്വർഗം തുറക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ എല്ലാ ആ സ്വർഗത്തിലെ ഭണ്ഡാരത്തിലെ നിധികൾ, സമ്മാനങ്ങൾ, പ്രതിഫലം അത് മുഴുവനും വാരിയെടുക്കാൻ നിന്നെ അനുവദിക്കുകയാണ് ദൈവം. താക്കോല് തരികയാണ്, തുറക്കാനുള്ള താക്കോല്, പൂട്ടാനും തുറക്കാനുള്ള താക്കോല് നിനക്ക് തരികയാണ്. എപ്പോൾ വേണേലും തുറക്കാം, എപ്പോൾ വേണേലും പൂട്ടാം. നിനക്ക് അധികാരം തരികയാണ്. നീ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, കുടുംബത്തിലുള്ളവരെ ഒന്ന് മനസ്സിലാക്കിയാൽ, അമ്മയെ, അപ്പച്ചനെ, സഹോദരങ്ങളെ, ആങ്ങളെ, പെങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ അവിടെ വിട്ടുവീഴ്ച എളുപ്പമാണ്. അവിടെ പിന്നെ പരാതിയില്ല, പിന്നെ മുഖം വാടലില്ല, പിന്നെ പരിഭവങ്ങളില്ല, പിണങ്ങി നടക്കലില്ല, പിന്നെ ഒറ്റക്കെട്ട്, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ വലിയൊരു ഭാവം അവിടെ കാണിക്കണം. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കണം. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ പിണങ്ങി നടക്കുന്നവരുണ്ടോ? ആങ്ങളയോട് മിണ്ടിയിട്ട് കുറേ നാളായോ? പെങ്ങളെ കണ്ടിട്ട് എത്ര നാളായി? നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് സങ്കടമാവുന്നില്ലേ? അമ്മയെ കണ്ടിട്ട് കുറേ നാളായില്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. വ്യക്തിബന്ധങ്ങൾ നമുക്കൊന്ന് തിരിച്ചെഴുതണം. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, ഈ ബന്ധങ്ങളുടെ അറിവ്, പരസ്പരമുള്ള അറിവ്, അതിനെ ഒന്ന് ആഴപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കാം. അവരെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ. ആ സഹോദരൻ അങ്ങനെ സംസാരിച്ചതിൻ്റെ കാരണം ഇങ്ങനെയാണ്, ഇന്ന കാരണം കൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും മനസ്സിൽ. അല്ലെങ്കിൽ അവരിലേക്കാൾ അധികം കെട്ടുപാടുകൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. നിൻ്റെ മനസ്സ് മറ്റു മനസ്സോട് ചേർത്ത് ഒറ്റക്കെട്ടായിട്ട് വയ്ക്കാൻ കഴിയുന്നെങ്കിൽ തിന്മ നിന്നെ തോൽപ്പിക്കില്ല. നട്ടെല്ല് നിവർത്തി, ശിരസ്സുയർത്തി നിനക്ക് ദൈവത്തിൻ്റെ മകൻ, മകളെന്ന നിലയിൽ ആനന്ദിക്കാനും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാനും നിന്നെ കർത്താവ് അനുവദിക്കും. നീ സഭയാണ്, നീ പാറയാണ്. നിന്നിൽ നിന്ന് ഞാൻ സഭ പണിയും, ഈ കുടുംബത്തെ പണിയും, സമൂഹത്തെ ഞാൻ നിർമ്മിച്ചെടുക്കും. സഹോദരങ്ങളെ, നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. മനുഷ്യത്വത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും, ഒരു മനുഷ്യ വ്യക്തിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ഗുണവിശേഷങ്ങളും നിനക്കുണ്ട്, എല്ലാം ഉണ്ട് നിനക്ക്. നിൻ്റെ ഹൃദയം ഈശോ കാണുന്നു. നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ഈശോ, നിന്നെ നിയോഗിക്കുകയാണ് കർത്താവ്. അനേകർക്ക് കൃപയായിട്ട് മാറാൻ നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. പുറകോട്ട് പോയേക്കല്ല്, തളർന്ന് വീഴല്ല്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. നമുക്കത് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ചോദിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി, യേശുവേ, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നിൻ്റെ കൈകളിൽ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. കൂടെയുള്ളവരെയും, ഒപ്പം അധ്വാനിക്കുന്നവരെയും, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരെയും ഹൃദയം കൊണ്ടൊന്ന് ചേർത്ത് പിടിക്കാൻ, അവരുടെ മനസ്സൊന്ന് വായിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും എന്നെയും അനുവദിക്കണേ കർത്താവേ. പഠിപ്പിക്കണേ ഈശോയെ. അർഹിക്കുന്ന സ്നേഹം അർഹിക്കുന്ന രീതിയിൽ അതിലപ്പുറവും പങ്കുവെച്ചു കൊടുക്കാൻ എന്നെ സഹായിക്കണേ ദൈവമേ. എൻ്റെ കുടുംബാംഗങ്ങളെ മാത്രമല്ല, എൻ്റെ ഇടവകാംഗങ്ങളെ മാത്രമല്ല, ഈ സ്ഥലത്ത് പ്രദേശത്തുള്ള സകലരെയും, ലോകം മുഴുവനിലുമുള്ള മക്കളെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ
സ്നേഹിക്കാൻ, വിട്ടുവീഴ്ചയോടും ക്ഷമയോടും സ്നേഹത്തോടും കൂടെ ഇടപെടാൻ കർത്താവേ എനിക്ക് കൃപ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.